കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ദൈവദാസൻ ജനിച്ച വീട് ഒരു കുടില്, ഇപ്പോൾ താമസിക്കുന്ന വീട് 100 മുറികളുള്ള കൊട്ടാരം. കർത്താവ് ദൈവദാസനെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ. എന്താണ് അനുഗ്രഹം? ദൈവം പറയുന്നത് കേട്ട് ദൈവത്തിന് വേണ്ടി ത്യാഗപൂർണമായി സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഇതുപോലെയുള്ള ഒരു ജീവിതമാണോ, അതോ ലാഭങ്ങൾ മാത്രം കൊയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണോ? ഞാൻ ആരെ കുറ്റം വിധിക്കാനൊന്നും പറയല്ല. പക്ഷേ വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, നീ ഇന്നും കുടിലിൽ കഴിയുന്നത് എന്താ? നിനക്ക് ആത്മീയമില്ലാത്തത് കൊണ്ടും നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടുമാണെന്ന് പറയുമ്പോഴുള്ള സങ്കടമാണ് സഹിക്കാൻ വയ്യാത്തത്. പ്രിയമുള്ളവരെ, വിജയകരമായ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു ജീവിതമാണ്. വിജയകരമായ ജീവിതം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ മറ്റു വഴികൾ തേടാത്തവൻ്റെ ജീവിതമാണ്. ക്രൂശിന്റെ മാർഗത്തെ ബൈപ്പാസ് ചെയ്യാത്തവനാണ് വിശുദ്ധനായ വ്യക്തി. അവനാണ് അവൻ്റെ ടാർഗറ്റ്, അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവൻ പോകുന്നത് ക്രൂശിന്റെ വഴിയിൽ തന്നെ ആയിരിക്കും. കാര്യം അവൻ്റെ നാഥൻ പോയ വഴി മാത്രമേ അവന് തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. വിജയകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽഡ് ലൈഫ് ആയിരിക്കണമെന്നും നിർബന്ധമില്ല. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് കുറച്ച് നാളൊക്കെ സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സെറ്റിൽ ചെയ്യാവുന്ന. അങ്ങനെ ആയിരുന്നെങ്കിൽ അബ്രഹാമിൻ്റേത് ഒരിക്കലും ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ആയിരിക്കണമെന്നില്ല. കാരണം അബ്രഹാം ഒരു സെറ്റിൽ ചെയ്യാത്ത മനുഷ്യനായിരുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലമാണ് ഏത്? കനാൻ നാട്. പക്ഷെ കനാൻ ദേശത്ത് അവൻ താമസിച്ചത്, വാഗ്ദത്ത നാടായ കനാൻ ദേശത്ത് അവൻ താമസിച്ചത് ഒരു അന്യദേശത്ത് എന്നതുപോലെയാണ്. നമ്മളാണെങ്കിൽ അന്യദേശത്ത് വാഗ്ദത്ത നാട്ടിൽ എന്നതുപോലെയാണ് ഇവിടെ കഴിയുന്നത്. അബ്രഹാം നേരെ തിരിച്ചാ ചെയ്തത്. വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ താമസിച്ചു. ഞാൻ ഈ അബ്രഹാമിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാതെയാണ് അബ്രഹാം ഇറങ്ങി പുറപ്പെടുന്നത്. അബ്രഹാം സ്ഥലം കണ്ടിറങ്ങിയ ആളല്ല. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം ഒരിക്കലും അബ്രഹാമിനോട് പറഞ്ഞില്ല, ഞാൻ നിനക്ക് കനാൻ ദേശം തരാമെന്ന് പറഞ്ഞില്ല. കനാൻ നാട്ടിലേക്കാണ് പോകുന്നതെന്നും പറഞ്ഞില്ല. അവൻ എങ്ങോട്ടെന്നറിയാതെയാണ് പുറപ്പെടുന്നത്. കാര്യം അവൻ ദൈവത്തെ മാത്രം കണ്ടിറങ്ങിയവനാണ്. അവന് ദൈവം മാത്രം മതിയായിരുന്നു, അവന് വേറെ ആരും വേണ്ടായിരുന്നു. അവൻ ദൈവത്തെ കണ്ടിറങ്ങി കനാൻ നാട്ടിൽ ചെന്നു. ഞാൻ ചുരുക്കമായി നിങ്ങൾക്ക് കഥ അറിയാമല്ലോ. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവനോട് കർത്താവ് പറയുന്നത്, ഈ ദേശം നിനക്ക് നിന്റെ സന്തതികൾക്ക് ഞാൻ തരുമെന്ന് പറയുന്നത്. കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷമാണ്. അവന് വലിയ സന്തോഷമായിപ്പോയി. കാര്യം ഇവർ ബേസിക്കലി നൊമാഡ്സ് ആണ്. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അബ്രഹാമിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലെ ട്രൈബൽ ലീഡറിനോട് ദൈവം പറയുകയാണ്, ഇനി നീ ഇങ്ങനെ കറങ്ങി നടക്കേണ്ട കാര്യമില്ല, നീ ഇവിടെ താമസിച്ചു, ദിസ് ഈസ് യുവർ ലാൻഡ്. അബ്രഹാമിന് വലിയ സന്തോഷം തോന്നി. അങ്ങനെ സന്തോഷം തോന്നിയവനായ ഈ അബ്രഹാം കുറച്ച് കഴിഞ്ഞപ്പോൾ, ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ലൈഫ് ഭയങ്കര വ്യത്യാസമായി. അവന് മക്കളുണ്ടായി, അവന് കൊച്ചുമക്കളുണ്ടായി. മക്കളെയും കൊച്ചുമക്കളെയും കണ്ടിട്ടാണ് അവൻ മരിക്കുന്നത്. പക്ഷേ മക്കളും കൊച്ചുമക്കളുമായ സമയത്ത് അവൻ എന്ത് ചെയ്തുവെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതലാണ്. വിശ്വാസത്തിൽ അബ്രഹാം അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 13-ാം വാക്യത്തിൽ, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരദേശത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും കൊണ്ട് ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു വാക്യമാണ്. അബ്രഹാമിൻ്റെ കാര്യത്തിലും പിതാക്കന്മാരുടെ കാര്യത്തിലും അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ
താഴോട്ട് പറയുന്നത് അവർ വിശ്വാസത്തിൽ മരിച്ചെന്നാണ്. ഇതെന്തൊരു കഷ്ടമാണ്. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവനത് അവകാശമാക്കാൻ കഴിഞ്ഞില്ല. ഇസഹാക്കിനോ യാക്കോബിനോ അത് അവകാശമാക്കാനായിട്ട് കഴിഞ്ഞില്ല. വാഗ്ദത്തം ലഭിച്ചു, പക്ഷെ വാഗ്ദത്തം അവർക്ക് അവകാശമാക്കാൻ കഴിഞ്ഞില്ല. നമ്മളാണെങ്കിൽ അവിശ്വാസത്തിലേ മരിക്കൂ. കാര്യം അതാ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അബ്രഹാം വാഗ്ദത്തം കേട്ടിറങ്ങിയവനല്ല, ദൈവത്തെ കണ്ടിറങ്ങിയവനായതുകൊണ്ട് അവന് വാഗ്ദത്തം ഒരു വലിയ വിഷയമൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാഞ്ഞപ്പോഴും അവൻ മരിച്ചത് വിശ്വാസത്തിൽ തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിലോ വസ്തുവിലോ ഉള്ളതൊന്നും അല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലുള്ള ആശ്രയമാണ്, ഒരു വ്യക്തിയിലേക്കുള്ള ചായ്വാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം വിശുദ്ധരായി ജീവിക്കണമെങ്കിൽ വാഗ്ദത്തം കേട്ടിറങ്ങിയാൽ പോരാ, ദൈവത്തെ കണ്ടിറങ്ങണമെന്ന്. ദൈവത്തെ കണ്ടിറങ്ങാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് വിശുദ്ധി ഒരു വിഷയമല്ലാതായി വരുന്നിരിക്കുന്നത്. അവർ വാഗ്ദത്ത ദേശത്ത്, അന്യദേശത്ത് എന്നതുപോലെ പാർത്തു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ അബ്രഹാം എന്ത് ചെയ്യുകയാണ്? ഇസ്ഹാക്കിനെയും യാക്കോബിനെയും വിളിച്ച് മടിയിലിരുത്തി സംസാരിക്കുക. ദൈവം അടിസ്ഥാനമിട്ടിട്ടുള്ള ആ നിത്യമായ ഭവനത്തെക്കുറിച്ചുള്ള ദർശനം തൻ്റെ കൊച്ചുമക്കൾക്ക് അബ്രഹാം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കുന്നു, അബ്രഹാം ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്: കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഇസഹാക്കെ, അല്ലെങ്കിൽ യാക്കോബെ, മോനെ, ഞാൻ ദൈവം പറയുന്നത് കേട്ട് ദൈവം എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങിയതാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു, എന്താ നിനക്ക് ഈ ദേശം തരാമെന്ന്. ആദ്യമൊക്കെ എനിക്ക് വലിയ ആവേശമായിരുന്നു. കാര്യം നമ്മളിങ്ങനെ നൊമാഡ്സ് ആയിട്ട് നടന്നതല്ലയോ, ഇങ്ങനെ പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, എടാ ഇവിടെ ആണെങ്കിലും ഇത്ര കാലമേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് തന്നെയല്ല, ഈ ദേശമെന്ന് പറയുന്ന അത്ര വലിയ വിഷയമൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഒരു ദർശനം ഉണ്ടാകാൻ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു. ദൈവം എന്നെ മറ്റൊരു കാഴ്ച കാണിച്ചു. എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ ഞാൻ എൻ്റെ ആത്മീക കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട്, മോനെ, എനിക്ക് ഈ നാട്ടിൽ, ഈ കനാൻ നാട്ടിൽ ജീവിക്കണമെന്ന് പോലുമില്ല. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ് നേരെ സോതോമിൽ ചെന്ന് അവിടെ പണിതത് വീടാ, അബ്രഹാം കൂടാരത്തിൽ. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അതിഥികളായി ദൂതന്മാരെത്തിയപ്പോൾ അബ്രഹാം അവരെ സ്വീകരിച്ചത് പുറത്തുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്, അല്ലാതെ വീട്ടിനകത്ത് കയറ്റിയല്ല. അവൻ്റെ വീടൊന്നും വലിയ വീടൊന്നുമല്ല, അവൻ കൂടാരത്തിലാണ്. പക്ഷെ ലോത്ത് എവിടെയാണ് സ്വീകരിച്ചത്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ്. കാര്യം അവൻ ആദ്യം ചെയ്ത കാര്യം സോതോമിൽ ചെന്ന് ഒരു വീട് പണിയുകയായിരുന്നു. എന്നാൽ സ്വർഗീയമായ ഒരു ഭവനത്തെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ച അബ്രഹാം കനാൻ നാട്ടിൽ ജീവിച്ച കാലം അത്രയും കൂടാരങ്ങളിൽ മാത്രം പാർത്തുകൊണ്ട് മക്കളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കണ്ടിട്ട് ഇതിനകത്ത് മയങ്ങിപ്പോകരുത്. കാരണം ഇതിനപ്പുറത്ത് ദൈവം നമുക്ക് ഒരുക്കുന്ന, ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു പട്ടണമുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് മാഞ്ഞു പോകരുതേ. നമുക്കിവിടെ ഒരു കൂടാരം മതി. ഞാൻ പറയട്ടെ, പ്രിയമുള്ള ബെന്തിക്കോസുകാരെ, ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ദിവസമെങ്കിലും മെനക്കെട്ടിട്ടുണ്ടോ? നമ്മളെന്താ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നത്? എന്താ പറയുന്നത്? മോനെ, നീ വളരെ എങ്ങനെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കി നീ എന്തോ ചെയ്യണം? ഒരു വീട് പണിയണം, ഇല്ലേ? ഒരു വീട് പണിയണം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, 15-20 കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് മാക്സിമം ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന വീട്, പിന്നെ അതിൻ്റെ ടാക്സ് കൊടുക്കാൻ പോലും കാശില്ലാതെ വിഷമിക്കുകയും ചെയ്യും. സംബഡി സെഡ് 25 കൊല്ലം വിയർത്ത് പണം ഉണ്ടാക്കും, പിന്നെ വിയർക്കാൻ വേണ്ടി പണം ചെലവഴിക്കും. പിന്നെ വിയർക്കണമെങ്കിൽ നമ്മൾ ഗോൾഫ് ക്ലബിലൊക്കെ പോയി എന്ത് ഗോൾഫ് കളിച്ചെങ്കിലേ നമുക്കൊന്ന് വിയർക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? ആദ്യം വിയർത്ത് കാശുണ്ടാക്കും, പിന്നെ വിയർക്കാൻ വേണ്ടി പണം കൊടുക്കും. വേറൊരാൾ പറഞ്ഞത്, ആരോഗ്യം കളഞ്ഞ് കാശുണ്ടാക്കും, പിന്നെ കിട്ടിയ കാശ് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് കൊടുക്കുമെന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ലൈഫ്? എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് നിത്യതയുടെ ഒരു ദർശനമില്ലാത്തത് കൊണ്ടാണ്. അബ്രഹാമിന് നിത്യതയുടെ ഒരു ദർശനം ഉണ്ടായിരുന്നതുകൊണ്ട് അവന് വാഗ്ദത്തത്തിനപ്പുറത്ത് ദൈവത്തെ അറിയാനും ദൈവത്തെ കണ്ടെത്തുവാനുമായിട്ട് അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സെറ്റിൽഡ് ലൈഫ് ആയിരിക്കണമെന്നില്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ധനമുള്ള ഒരു ജീവിതമായിരിക്കണമെന്നില്ല. അടുത്തതായിട്ട്, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗ്ലോറിയസ് എൻഡ് ആയിരിക്കണമെന്നില്ല. മഹത്വപൂർണമായ ഒരു
അന്ത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം ദൈവം മഹത്വപൂർണ്ണമായ അന്ത്യം നൽകുമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ കൊടുത്തില്ലെന്നിരിക്കും. ഏലിയാവിന് ദൈവം മഹത്വപൂർണ്ണമായ ഒരു അന്ത്യം നൽകി. പക്ഷേ യോഹന്നാൻ സ്നാപകനോ? ഏലിയാവിനെ പോലെ എടുക്കപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ യോഹന്നാൻ സ്നാപകനെ പോലെ തലച്ഛേദിക്കപ്പെടുന്ന ഒരു സ്റ്റേജ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ചരിത്രത്തിലുടനീളം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധന്മാരായ പലരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം ഒരു ഗ്ലോറിയസ് എൻഡ് ആയിരുന്നില്ല. നമ്മളൊക്കെ പറയുന്നത് ആദ്യമൊക്കെ അല്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ബ്രദറെ. പൗലോസ് ഈ കറുത്ത പുസ്തകം എടുത്തിട്ട് അവസാനം വരെ അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതെന്നറിയാമോ? മോനെ, നീ ഞാൻ ത്രോവാസിൽ മറന്നുപോയ എൻ്റെ ബൈബിളിൻ്റെ ചുരുൾ അവിടെ ഇരിപ്പുണ്ട്, അത് നീ കൊണ്ടുവരണം. പിന്നെ എൻ്റെ ഒരു പഴയ പുതപ്പൂടെ അവിടെ ഉണ്ട്, ഇങ്ങനെ കൊണ്ടുവരണേ. പിന്നെ ഒരു കാര്യം കൂടെ, തണുപ്പാകുന്നതിന് മുമ്പ് ഇങ്ങനെ വരണം, ശീതകാലത്തിന് മുമ്പേ വരാൻ പരിശ്രമിക്കണം. കാര്യം ഈ ജയിലിൽ എനിക്ക് കിടന്നിട്ട് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, പ്രായമായില്ലയോ, ആ പുതപ്പൂടെ എനിക്ക് ഉണ്ടെങ്കിലേ പറ്റൂ. വെറുതെ ഉണ്ടായിരുന്നൊരു വ്യക്തിയൊന്നുമല്ല. അന്നത്തെ ഏറ്റവും ധനാഢ്യനായിരുന്ന യഹൂദന്മാരിൽ ഒരാളായിരുന്നു പൗലോസ്. ഒരു ദിവസം പൗലോസിനെ അടിച്ച് കാരാഗ്രഹത്തിലാക്കിയ സമയത്ത് പൗലോസ് അടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് ചോദിച്ചു, റോമാ പൗരന്മാരായ ഞങ്ങളെ വിചാരണ കൂടാതെ അടിക്കുന്നത് ശരിയാണോ? ഈ അടിക്കുന്നവന് റോമാ പൗരത്വം ഇല്ലെന്ന് ആലോചിക്കണം. അവൻ കൂലിക്കാരനാ. അവൻ്റെ കയ്യിൽ നിന്ന് വടി താഴെ വീണു. അവൻ പേടിച്ചു പോയി. കാര്യം ഒരു റോമൻ സിറ്റിസൺ ആയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ തല്ലിയാൽ ആ തല്ലുന്നവൻ റോമൻ നിയമം അനുസരിച്ച് വലിയ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഹി കനോട്ട് ജസ്റ്റ് അവർക്ക് ഒരിക്കലും കോടതിയിൽ മുമ്പിൽ നിൽക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജ്. അവൻ ഓടിച്ചെന്നിട്ട് സീനിയർ ഓഫീസറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആ മനുഷ്യര് റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരാ. അയാൾ ഓടി വന്നു, എന്താ നീ പറയുന്നത്? നിനക്ക് റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നോ? ഈ സ്ട്രീറ്റിൽ പ്രസംഗിച്ച് നടക്കുന്ന ഈ അലവലാതി പ്രസംഗിച്ച് നടക്കുന്ന അലവലാദികളായ നിങ്ങൾക്ക് എന്തോ ഉണ്ടെന്നോ? റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നോ? ഞാൻ റോമൻ സിറ്റിസൺഷിപ്പ് വാങ്ങിച്ചത് എത്ര രൂപ കൊടുത്തിട്ടാണെന്നറിയാമോ? പൗലോസ് എന്നാ പറഞ്ഞെന്നറിയാമോ? നിനക്കേ കാശ് കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു, കാര്യം നീ പുതുപ്പണക്കാരനാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ വലിയ പൂപ്പന്മാർ തൊട്ട് ധനികരായ ആളുകളാണ്, ഞാൻ അങ്ങനെ ജനിച്ചതാ മോനെ. നമ്മൾ തന്നെ പറയുമല്ലോ, അടുത്ത സമയത്ത് കാശുണ്ടാകുന്നതോട് നമുക്ക് എന്നാണെങ്കിലും ഒരു പുച്ഛമുണ്ട്, ഇല്ലേ? പൗലോസ് പറയാ, ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു. എൻ്റെ വല്യപ്പൂപ്പന്മാർ തൊട്ട് റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. ദേ ആർ വെരി റിച്ച് പീപ്പിൾ. അത്രയ്ക്കും ധനികനായ മനുഷ്യൻ ഏറിയ വർഷങ്ങൾ സുവിശേഷ വേല ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ ചരിത്രം പറയുന്നത് പുതപ്പുമായിട്ട് തിമോത്തിയോസ് മടങ്ങി വരുമ്പോൾ അതിനു മുമ്പ് തന്നെ പൗലോസിൻ്റെ തല ഛേദിക്കപ്പെട്ടിരുന്നതാണ്. അതായത് ആ പഴയ പുതപ്പ് പുതച്ച് കിടന്നുറങ്ങാൻ പോലും കഴിയാതെ ആ ജയിലഴികളിൽ തണുത്തു വിറച്ച് കിടന്ന പൗലോസിനെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു ഗ്ലോറിയസ് എൻഡാണെന്ന്? അല്ല, ഒരിക്കലുമല്ല. ഒരു ഗ്ലോറിയസ് എൻഡ് ഒരു പക്ഷേ അങ്ങനെ മരിക്കുന്നതാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഒരു ഗ്ലോറിയസ് എൻഡ് എന്ന് പറയുന്നത് അല്ല വിജയകരമായ ഒരു ജീവിതത്തിൻ്റെ മാനദണ്ഡം. പലപ്പോഴും അതായിരിക്കണം നിർബന്ധമില്ല. ഇനി വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല. അവൻ്റെ ഇഷ്ടം. വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അതുകൊണ്ടാണ് നമ്മളുടെ ഓട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേറെ ഒന്നും ആലോചിക്കാനില്ല. എന്താണ് പറയേണ്ടത്? എന്ത്? ഐ നീഡ് ടു ലിവ് എ ഹോളി ലൈഫ്, എ ഹോളി ലിവിങ്, ഒരു വിശുദ്ധമായ ജീവിതം. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല,
സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല.